പണിയെടുപ്പിക്കാൻ വേണ്ടി ചെക്കനെ കൊണ്ടുവന്നേ. ചെക്കൻ പണിയെടുക്കുന്നില്ല, ഫുള്ള് തന്നെ എടുപ്പിക്കുന്നുണ്ട്. അങ്ങനെയല്ല ഇങ്ങനെയല്ല അറിയുന്നുണ്ട്. ഡിലാനെ നമ്മ ഇതിനെ പറയല് മുളിപ്പുല്ല് എന്ന് പറയല്, നിങ്ങൾ പറയല് ഉണ്ണീശോപ്പുല്ലോ എന്നല്ലേ? ഹായ് ഹലോ, ഇന്ന് വൈകുന്നേരം സമയമാണ്. ഇന്ന് ഞാൻ വന്ന സ്ഥലം പുളുവഞ്ചി, നമ്മളെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. എന്റെ ബാക്കിലോട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം അടിപൊളി വ്യൂ ആണ്. സ്കൂളിന്റെ ഒരു ആവശ്യത്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കത്തി പിടിച്ചാൽ നമുക്ക് ഒന്നുമില്ലേ സ്കൂളിന്റെ ആവശ്യത്തിന് എന്താണെന്ന്. നമ്മളെ സ്കൂളില് ക്രിസ്മസിന്റെ ഭാഗമായിട്ട് പുൽക്കൂട് ഒരുക്കുന്നുണ്ട്. ആ പുൽക്കൂട് ഒരുക്കുന്നതിന് ഉണക്ക് പുല്ല് ആവശ്യമാണ്. നമ്മളിവിടെ പറയല് പിന്നെ മുളിപ്പുല്ല് എന്ന് പറയല്. ഇതാണ് സംഭവം. നമ്മൾ ഈ പുളുവഞ്ചി പാറയിലേക്ക് ഞാൻ മാത്രമല്ല, എന്നൊക്കെ ഇന്ന് വന്നിട്ടുള്ളത് ഡിലാൻ വന്നിട്ടുണ്ട്. ഡിലാനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, ഡിലാന്റെ അനിയൻ ഡിയോണിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഞാൻ അന്ന് സ്കൂളിലേക്ക് വരുന്ന സമയത്ത് സൈക്കിളിൽ എന്നെ കാണാൻ വന്നിട്ട് ഒരു കുഞ്ഞി, ഓന്റെ ഏട്ടനാ ഉള്ളത്. ഡിലാനെ പാമനെ, നമ്മ കുറച്ച് പുല്ല് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഏറ്റവും അനുയോജ്യമായ പുല്ല് അതെ അല്ലടാ? ഡിലാനെ നമ്മ ഇതിനെ പറയല് മുളിപ്പുല്ല് എന്ന് പറയല്, നിങ്ങൾ പറയല് ഉണ്ണീശോപ്പുല്ലോ എന്നല്ലേ? ഈ പുല്ല് മുമ്പെല്ലാം വീട് മേയാൻ വേണ്ടിട്ടെല്ലാം എടുത്തുകൊണ്ടായിനി. നമ്മളെ ഈ ഭാഗത്ത് ഇപ്പൊ ആർക്കും മുളിയില്ല, വീടില്ല. പണ്ടത്തെ കാലത്ത് വീട്ടിൽ നിന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഇത് വെച്ചിട്ട് സാധാരണ ഇങ്ങനെ പിന്നെ വെച്ച് സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ട് പഴയ കാലത്ത് വീട് കെട്ടിയെന്ന് പറയുന്നത്. അപ്പൊ പിന്നെ എല്ലാം മാറിയില്ലേ. ഞാനും ഡിലാനും എത്തിയിട്ട് കുറെ പുല്ല് പിന്നെ അരിഞ്ഞു വെച്ചു. ബാക്കിയിൽ കുറച്ചുണ്ട്. പിന്നെ ഇവനെ വെറും കൈയോടെ നടത്തിക്കുന്നത് ശരിയല്ലോ. ഇത് പിടിച്ചോ, കുറച്ച് വീഴുന്നുണ്ട്. നമ്മ ഇതിന് പുല്ല് കെട്ടാൻ വേണ്ടി പോന്നെ. ചെക്കനെ പണി പഠിപ്പിക്കുന്നുണ്ട്. പണി പഠിച്ചില്ലേടാ? എല്ലാ പണി പഠിച്ചു. ഇനി ഇത് കെട്ടാനുണ്ട്. കെട്ടാൻ അറിയാടാ വള്ളി വെച്ച്? വള്ളി അവന് കെട്ടാൻ അറിയില്ലായിരുന്നു. ഞാനത് സെറ്റാക്കി കെട്ടാം. പണ്ട് കാലീനെ പോറ്റീന്. പോറ്റിയ സമയത്ത് പുല്ല് എരിഞ്ഞുകൊണ്ടായിരുന്നു. അതെന്തായാലും വെറുതെ അയക്കാം. ഇപ്പൊ ഉപകാരപ്പെട്ടു. നമുക്കിത് വെക്കാടാ. ഇങ്ങനെല്ലാം ഉണ്ട്. അടുത്തും കൂടി അത്രേ ഉള്ളു. പണിയെടുപ്പിക്കാൻ വേണ്ടി ചെക്കനെ കൊണ്ടുവന്നേ. ചെക്കൻ പണിയെടുക്കുന്നില്ല, ഫുള്ള് തന്നെ എടുപ്പിക്കുന്നുണ്ട്. അങ്ങനെയല്ല ഇങ്ങനെയല്ല അറിയുന്നുണ്ട്. വള്ളി കുറച്ച് കൂടിപ്പോയി, അത് പ്രശ്നമില്ല. ഇത് കുറച്ചേ ഇല്ലു. നമ്മളെ ചെക്കന് വള്ളി കൊണ്ട് കെട്ടാൻ അറിയില്ലായിരുന്നു. ഞാനത് പരിചയപ്പെടുത്താം. ഇങ്ങനെയല്ലടാ? ഉണ്ടോ? അറിയില്ലായിരുന്നു. ഫുള്ളറിയും. ഫുള്ളായിപ്പോ പണിയെടുക്കാനല്ലേ പിന്നെ മണി. ഇനി ഇവനെ നമ്മളെ പ്രിയദർശന്റെ സിനിമയിൽ കൊണ്ടുപോകുന്നാല് പാട്ടെല്ലാം വെച്ചിട്ട് പിന്നെ പുല്ല് പൊറപ്പിക്കും അങ്ങോട്ട്. നമ്മളെ ഇന്നത്തെ വിശേഷം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അതേപോലെ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ വിശേഷവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ നിങ്ങൾ കാത്തിരുന്ന് എന്തായാലും കാണണം. ഞാൻ ഇത് പോകുമ്പോ പൊറുക്കാൻ വേണ്ടിട്ടുണ്ടായി, ഞാൻ പൊറുക്കുന്നില്ല. നമ്മളെ ചെക്കനയുടെ എന്തിനും റെഡി ആയിട്ടുണ്ട്. ഓൻ പറഞ്ഞു ഞാൻ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഐശ്വര്യമായിട്ട് ഡിലാന്റെ കയ്യിൽ ഞാനിത് കൊടുക്കുന്നുണ്ട്. ഡിലാൻ എന്ന് വെച്ച് നടന്നോ? കണ്ട ചെക്കൻ പോകുന്നുണ്ട്. കത്തിയുണ്ട്. കത്തി മറന്നു കഴിഞ്ഞല്ലേ, ഇത് നമ്മ പിന്നെ അപ്പുറം വീട്ടിൽ നിന്ന് മേടിച്ച കത്തി കൊടുത്തിട്ട് ഇങ്ങോട്ട് വയ്യത്തു. ഇനി ഇതിലൂടെ നമ്മൾ കുറച്ച് അങ്ങോട്ട് വേണ്ട. അപ്പത്തേക്കും ഓട്ടോ വരുന്നു പറഞ്ഞു. അപ്പൊ നമ്മൾ എത്തുന്ന സമയത്ത് ഓട്ടോ വരും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.